ഹായ് ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫ്രം മൊഡ്യൂൾ 3. ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സെൽ ബയോളജിയാണ് ആക്ച്വലി വരിക. നിങ്ങൾക്കൊക്കെ ഏകദേശം അറിയായിരിക്കും എന്താണ് സെൽ ബയോളജി എന്ന് പറയുകയാണെങ്കിൽ. ഇത് രണ്ട് വേർഡായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ പറയുകയാണ് എങ്കിലും ഇത് ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്. അതായത് സെൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോശം അല്ലേ. കോശം എന്നാണ് സെല്ലിനെ നമ്മൾ പറയുക. ആ കോശത്തിന്റെ ബയോളജി, അതായത് ബയോളജി എന്ന് പറഞ്ഞാൽ ജീവശാസ്ത്രം, കോശത്തിന്റെ ജീവശാസ്ത്രം, അതായത് സെൽ ബയോളജി ഇത്രയേ ഉള്ളൂ. അത് നമ്മുടെ സയൻസിന്റെ തന്നെ ഒരു ശാസ്ത്ര ശാഖയാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് സെൽസ്. അതായത് കോശങ്ങളെ കുറിച്ച് പഠിക്കുന്ന ആ ഒരു ശാസ്ത്ര ശാഖേനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സെൽ ബയോളജി എന്ന് പറയുക. അപ്പൊ ഈ ഒരു കാര്യം ഓർത്തിരുന്നോളൂ, എന്താണ് സെൽ ബയോളജി എന്ന് പറയുന്നത്. ഇനി ടീച്ചർ പറഞ്ഞു തരാം എന്താണ് സെൽ. എന്താ മക്കളെ സെൽ എന്ന് പറയുമ്പം എന്തെങ്കിലും ഐഡിയ? എനിബഡി ഹാവ് എനി ഐഡിയ അബൌട്ട് സെൽ? വളരെ ഇമ്പോർട്ടൻറ്റും വളരെ ഈസിയുമായിട്ടുള്ള ഒരു കാര്യമാണ് സെൽ എന്ന് പറയുമ്പം. കോശം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ, കോശം എന്ന് ഓൾറെഡി പറഞ്ഞു. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെയും ജീവന്റെയും ഏറ്റവും അടിസ്ഥാന ഘടകമാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ ഈ പറയുന്ന കോശം എന്ന് പറയുന്നത്. അതായത് കോശം പല ടൈപ്പ് ഉണ്ട്, അതായത് ചെറുത് തൊട്ട് വലുത് വരെ ഉണ്ട്. അതുപോലെ ഷേപ്പ് ഡിഫറൻസ് വളരെ ഒരു ഷേപ്പും ഇല്ലാത്തതുണ്ട്, എന്നാൽ നല്ല ഷേപ്പ് ഉള്ളതുണ്ട്, പല ടൈപ്പ് ഷേപ്പ് ഉള്ളതും ഇല്ലാത്തതൊക്കെ ആയിട്ടുള്ള കോശങ്ങളുണ്ട്. ഇപ്പൊ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ടീച്ചർ പറയുകയാണെങ്കിൽ നമ്മളുടെ ഹ്യൂമൻ ബോഡിയിൽ കോടാനുകോടി സെല്ലുകളാണ് ഉള്ളത് എന്നാണ് നമ്മൾ പറയപ്പെടുക. ഓക്കെ, ഒരുപാട് സെല്ലുകളുണ്ട്. ഈ സെല്ലുകൾ എല്ലാം എങ്ങനെയാണ് അടുക്കി വെച്ചിട്ടുള്ളതെന്ന് നോക്കിയാൽ, നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് കണ്ടോ, കറുത്തിട്ട് ഞാൻ ഇവിടെ ഒരു കോളം ഇങ്ങനെ ഒരു എന്താണ് ഒരു ഗ്രിഡ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഇതേപോലെ തന്നെയാണ് നമ്മുടെ ബോഡിയിലും കോശങ്ങൾ അടുക്കി വെച്ചിട്ടുള്ളത്. അതായത് ഒരു ഭിത്തിയുടെ വോള് പോലെ. ഓക്കെ, ഒരു ഭിത്തി പണിയുമ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് കല്ലുകൾ എങ്ങനെയാണ് വെക്കുക, ബ്രിക്സ് എങ്ങനെയാണ് അടുക്കി വെക്കുക, അതേപോലെയാണ് എന്ത് പറയുക, കോശങ്ങൾ നമ്മുടെ ബോഡിയിലും അടങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ അടുക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ഇങ്ങനെ കറക്റ്റ് എന്താണ് റെക്ടാങ്കുലർ ഷേപ്പിൽ തന്നെ വരണം എന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആനിമൽസ് ആണ്. ആനിമൽസിന് സെല്ലുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഷേപ്പ് ഒന്നുമില്ല, പല പല ഷേപ്പിലൊക്കെ ആയിരിക്കും അടുക്കി വെച്ചിട്ടുണ്ടാവുക. അത് ഓർത്തിരിക്കുക. ഇനി ഒരു നിർജീവ വസ്തുവിൽ നിന്ന് ജീവനുള്ള വസ്തുവിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നു സെല്ലിന്റെ പ്രധാനപ്പെട്ട ഒരു എന്താണ് സവിശേഷതയാണ്. ഇവരെന്ത് ചെയ്യുന്നു, നിർജീവ വസ്തുവിൽ നിന്ന്, അതായത് ജീവനുള്ളവർക്കാണ് എന്തുള്ളൂ മക്കളെ, സെല്ലുള്ളത്. ലിവിങ് ആയിട്ടുള്ള ആർക്കെങ്കിലും സെൽ ഉണ്ടാവുമോ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ലിവിങ് ആയിട്ടുള്ള, അതായത് ജീവൻ ഇല്ലാത്തത് എന്ന് നമ്മൾ പറയുന്ന നോൺ ലിവിങ് ആയിട്ടുള്ള ആർക്കെങ്കിലും സെല്ലുകൾ എന്ന് പറയുന്നത് ഉണ്ടാകുമോ എന്നാണ് ടീച്ചറുടെ സംശയം. നോ, നെവർ. നോ, നോ ആണ് അതിനൊരു ബിഗ് ആൻസർ വരിക. ഓക്കെ, ലിവിങ് ആയിട്ടുള്ള, അതായത് ജീവനുള്ളവർക്ക് മാത്രമാണ് എന്തുള്ളത്, സെല്ലുള്ളത്. എല്ലാ ജീവജാലങ്ങളും കോശത്താൽ നിർമ്മിതമാണ്, നമുക്കറിയാവുന്ന ഒരു പോയിന്റ് തന്നെയാണ്. എല്ലാവർക്കും എന്തുണ്ട്, കോശം എന്ന് പറയുന്ന ആ ഈ പറയുന്ന അതുകൊണ്ട് എല്ലാ ലിവിങ്. ഓക്കെ, ഇവിടെ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എല്ലാ ജീവജാലങ്ങൾക്കും. അതായത് ജീവജാലം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ലിവിങ്, ജീവനുള്ളവർക്കാണ് കേട്ടോ മക്കളെ. യെസ്. ഇനി എല്ലാ ജീവജാലങ്ങളുടെയും ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ കോശമില്ലെങ്കിൽ നമ്മൾ ആരും ഇല്ല. ഓക്കെ, ഓർത്തിരിക്കുക, ഈ കോശമില്ലെങ്കിൽ മക്കളെ നമ്മൾ ആരും ഇല്ല. സോ നമ്മുടെ എല്ലാവരുടെയും അടിസ്ഥാനപരവും, അതായത് ജീവധർമ്മപരവുമായിട്ടുള്ള ഘടകമാണ് കോശം. അതായത് സെൽ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എവറി ലൈഫ്. നമ്മുടെ എല്ലാവരുടെയും ജീവന്റെ അടിസ്ഥാന ഘടകം കോശമാണ്. സസ്യകോശത്തിന് കോശഭിത്തിയുണ്ട്. അതെന്താന്ന് ടീച്ചർ പറഞ്ഞു തരാം. ഞാൻ സസ്യകോശത്തെയും അതുപോലെ തന്നെ ജന്തുകോശത്തെയും തമ്മിൽ വ്യത്യാസപ്പെടുത്തി നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തരാം എന്താണ് സസ്യകോശത്തിന് കോശഭിത്തി ഉണ്ട് എന്ന് പറയാൻ കാരണം. ഓക്കെ, ജന്തുകോശത്തിന് കോശഭിത്തി ഇല്ല. അതൊക്കെ ഒന്ന് ഓർത്തിരുന്നോളൂ, പോയിന്റ് ഒക്കെ ഒന്ന് ഓർത്തിരുന്നോളൂ. കോശസ്തരമാണ് പകരം ഉള്ളത് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് കോശഭിത്തി, എന്താണ് കോശസ്തരം, ഇവര് ഒന്നാണോ അതോ ഇവര് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ നമുക്ക് പതിയെ നോക്കാം. യെസ്.
ഞാൻ നമ്മുടെ പിക്ചറിലേക്ക് വന്നേക്കാണ്. അപ്പൊ നമ്മുടെ പിക്ചറിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വെയിറ്റ് എ സെക്കൻഡ്, രണ്ടും ഒരുമിച്ച് അങ്ങ് വച്ചേക്കാം. അപ്പം ആദ്യം കാണുന്നതാണ് നമ്മുടെ സസ്യകോശം എന്ന് പറയുന്നത്, രണ്ടാമത് കാണുന്നത് ജന്തുകോശമാണ്. ഇവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും സസ്യകോശത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലേ മക്കളെ. ഇവിടെ പച്ച തന്നെ എടുത്തിട്ടുള്ളത് കൊണ്ട് മനസ്സിലാവുന്നുണ്ടാവില്ല. അതുകൊണ്ട് ടീച്ചർ മാക്സിമം റെഡിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് സസ്യകോശത്തിന് എന്താണ്, സസ്യകോശത്തിന് ഒരു പ്രത്യേക ഷേപ്പ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ, ഒരു പ്രത്യേക ഷേപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. എന്നാൽ ജന്തുകോശത്തിന് ആ ഷേപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ മക്കളെ? ഇല്ല. അപ്പൊ ജന്തുകോശത്തിന് പ്രത്യേക ഷേപ്പ് ഇല്ല, ഓർത്തിരിക്കുക. സസ്യകോശത്തിന് പ്രത്യേക ഷേപ്പ് ഉണ്ട്, ജന്തുകോശത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഷേപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുപോലെ രണ്ടെണ്ണത്തിനും പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരാളാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അതായത് ഇവരുടെ സെന്റർ എന്ന് പറയുന്നത് കണ്ടോ, ഈ കാണുന്നതാണ് ന്യൂക്ലിയസ്. മർമ്മം എന്ന് പറയുന്നത്, മർമ്മം എന്ന് പറയുന്നത് എല്ലാ കോശങ്ങളുടെ ഉള്ളിലുണ്ട് കേട്ടോ. ഓക്കെ, മർമ്മം, മർമ്മം എന്ന് പറയുന്നത് ചിലതിന്റെയൊക്കെ ഉള്ളിൽ, അതായത് ഏറ്റവും പ്രൊകാരിയോട്സ് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ജീവജാലങ്ങളുടെയൊക്കെ ഉള്ളില് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ളവരുടെ ഉള്ളില് ഈ മർമ്മം എന്ന് പറയുന്നതിന് പകരം ന്യൂക്ലിയോയിഡ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അവരുടെ ജനറ്റിക് മെറ്റീരിയൽ മാത്രം കാണുന്നൊക്കെ ഉണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ വറീഡ് ആവണ്ട. ഇപ്പൊ ഇങ്ങോട്ടേക്ക് നോക്കുക, എല്ലാ കോശത്തിനും എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ടെന്നാണ് ടീച്ചർ പറഞ്ഞു നിർത്തിയത്. അതുപോലെ തന്നെ ഇനി നമ്മൾ കോശഭിത്തിയുടെ കാര്യം നമുക്കൊന്ന് പറയാം. അതായത് നമ്മൾ സസ്യകോശത്തിലേക്ക് വരുന്ന സമയത്ത് കണ്ടോ, ഈ കണ്ടോ, ഇവർക്ക് ഇവിടെ എന്തുണ്ട്? കോശഭിത്തി ഉണ്ട്. പിന്നെ ഇവിടെ ടീച്ചർ ഡാർക്കൻ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഗ്രീനിൽ കൊടുത്തിട്ടുള്ള ഒരു സംഭവം കണ്ടോ, അതിനെയാണ് നമ്മൾ കോശസ്തരം എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ ഇവിടെ എന്ന് പറയുമ്പം ഇവർക്ക് എന്ത് മാത്രമേ ഉള്ളൂ? ഇവർക്ക് കോശസ്തരം മാത്രമേ ഉള്ളൂ. ഇതിന്റെ മുകളിൽ ഒരു കോശഭിത്തി ഉണ്ടോ? നോ കോശഭിത്തി. കോശഭിത്തി എന്ന് പറഞ്ഞാൽ സെൽ വാൾ, ഒരു പ്രൊട്ടക്ഷൻ, ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ. ഓക്കെ, അത് ഇവർക്ക് ഇല്ല. കോശസ്തരം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ഉള്ളിൽ കാണുന്ന സംഭവങ്ങളൊക്കെ പുറത്തേക്ക് കടന്നു പോവാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് എന്തെന്ന് പറയുന്നത്? കോശ സ്തരം എന്ന് പറയുന്നത്. അപ്പൊ ഓർത്തിരിക്കുക. അപ്പൊ കോശഭിത്തി ആർക്ക് മാത്രമേ ഉള്ളൂ? സസ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ജന്തുക്കൾക്കത് കോശഭിത്തി എന്ന് പറയുന്നത് ഇല്ല. പിന്നെ മെയിൻ ആയിട്ട് സസ്യകോശത്തിലും ജന്തുകോശത്തിലും എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിക്കേ, വേഗം ഓടിച്ചിട്ടൊന്ന് നോക്കിക്കേ. എന്താണ്? ഗോൾജി കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അത് ഇവിടെയും കാണാൻ പറ്റും നമുക്ക്. ഗോൾജി കോംപ്ലക്സ് എന്ന് പറയുന്നത് രണ്ടിലും സെയിം ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഈ ഗോൾജി കോംപ്ലക്സ് കഴിഞ്ഞിട്ട്, ഈ ഗോൾജി കോംപ്ലക്സ് ആണ് നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ സെല്ലിന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന പ്രോട്ടീനെയൊക്കെ പാക്ക് ചെയ്ത് അതിനെ ഡിസ്പാച്ച് ചെയ്യുന്നതൊക്കെ ഇവരാണ്. ഒരു പോസ്റ്റ്മാന്റെ ജോലിയൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. പിന്നെ മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട്. ഓക്കെ, മൈറ്റോകോൺട്രിയ, അത് രണ്ടിലും ഉണ്ട്. ഇവരാണ് പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത്. അതായത് നമ്മുടെ സെല്ലിന് പ്രവർത്തിക്കാൻ വേണ്ടുന്ന ആ ഒരു എനർജി കൊടുക്കുന്നത് ഇവരാണ്. അതുപോലെ തന്നെ ഫേനം എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് അല്ലെ. ഇവിടെ ഫേനത്തിന് ഒരു വ്യത്യാസമുണ്ട്. നമ്മുടെ ജന്തുകോശത്തിൽ കുഞ്ഞു ഫേനമാണുള്ളത്. അതേസമയം നമ്മുടെ സസ്യകോശത്തിന്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും വലിയ ഫേനമാണുള്ളത്. അതിന്റെ റീസൺ എന്തായിരിക്കും? സസ്യകോശത്തിൽ കുറച്ചുകൂടി മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്ത് വെക്കണം. ഫേനത്തിന്റെ പ്രത്യേകത തന്നെ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. സോ അവരെങ്ങനെയാണ്? അവർ കുറച്ചുകൂടി വലുതായിരിക്കും, ഓർത്തിരിക്കുക. പിന്നെ പിന്നെ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ ചെറിയ ചെറിയ കുത്തുകൾ കാണാൻ പറ്റും അല്ലേ? ചെറിയ ചെറിയ കുത്തുകൾ, അതേനാ നോക്കിക്കോളൂ, കണ്ടോ? ചുമ്മാ ചുമ്മാ കുഞ്ഞു കുഞ്ഞു കുത്തുകൾ രണ്ടിടത്തും കോമൺ ആണ്. ഈ കുത്തുകളെ നമുക്ക് റൈബോസോം എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, എന്താ വിളിക്കാൻ പറ്റുക? റൈബോസോം എന്ന് വിളിക്കാൻ പറ്റും. ഇവരാണ് മെയിൻ ആയിട്ട് പ്രോട്ടീൻ സിന്തസിസ്, പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ റൈബോസോം ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കാണുന്ന ഒരാളുണ്ട്. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കാണുന്ന ഈ കുഞ്ഞി ആളെ കണ്ടോ? കണ്ടോ? യെസ്, ഇയാള് കണ്ടോ? ഇയാളെ കണ്ടോ? ന്യൂക്ലിയോലസ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അത് ആ ന്യൂക്ലിയോലസ്, അതായത് മർമ്മത്തിന്റെയും ഉള്ളിലുള്ള ഒരാളാണ് അത്. അവരാണ് ഈ റൈബോസോമിനെ സൃഷ്ടിക്കുന്നത്. റൈബോസോം ആരെ സൃഷ്ടിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആരെയാണ്? പ്രോട്ടീനെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്റെ കുട്ടികളൊന്ന് മനസ്സിലാക്കി വെക്കുക. വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി കാണാത്ത ആരെങ്കിലും നിങ്ങൾ കണ്ടോന്ന് നോക്കിക്കേ. കാണാൻ പറ്റും അല്ലേ? അതായത് ഈ പച്ച കളറിലുള്ള ഒരാള്,
ഈ പച്ച കളറിലുള്ള ആളുടെ പേര് ഹരിതകണം എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഹരിതകണം. ഹരിതകണം എന്ന് പറയുന്ന ആരെങ്കിലും നമ്മുടെ ജന്തുകോശത്തിലുണ്ടോ എന്ന് നോക്കിക്കേ, ഇല്ല. കാരണം എന്താണ്? ഹരിതകണം എന്ന് പറയുന്നത് ആണ് നമ്മുടെ സസ്യങ്ങൾക്ക് ഗ്രീൻ കളർ, അതായത് ആ പച്ച നിറം കൊടുക്കുന്നത് ഹരിതകണമാണ്. ഹരിതകണം ഇങ്ങോട്ടേക്ക് വന്നാൽ ഇല്ല, നമ്മൾക്ക് ജന്തുക്കൾക്ക് ആർക്കെങ്കിലും പച്ച നിറം ഉണ്ടോ? നമ്മൾ ഏതെങ്കിലും ആനിമൽസിന് പച്ച നിറം അടിച്ചുകൊണ്ടാണോ നമ്മൾ നടക്കുന്നത്? അല്ല. സോ നമുക്ക് ഹരിതകണത്തിന്റെ ആവശ്യം ഇല്ല. പക്ഷെ ഇവിടെ ഞാൻ പച്ച കളറിൽ വേറെ ആൾ വരച്ചു വെച്ചിട്ടുണ്ട്. പച്ച കളറിൽ വരച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ആളുടെ പേര് ലൈസോസോം എന്നാണ്. ഈ ലൈസോസോം ആണ് എന്ത് ചെയ്യുന്നത്? ലൈസോസോം നമ്മുടെ ജന്തുകോശത്തിൽ മാത്രം കാണുന്നതാണ്. അതായത് നമ്മുടെ ബോഡിയിൽ വരുന്ന എന്താണ് ഇവര് നമ്മൾ സൂയിസൈഡൽ ബാഗുകൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. അതായത് വേസ്റ്റ് മെറ്റീരിയൽ, ഈ സെല്ലിന്റെ ഉള്ളിലുള്ള വേസ്റ്റ് മെറ്റീരിയലിനെയും കാര്യങ്ങളെയും ദഹിപ്പിച്ച് കളയുന്നവരാണ് ലൈസോസോം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? പിന്നെ ഇവരെല്ലാവരും അടങ്ങുന്ന ഈ ഒരു മാട്രിക്സ്, ഈ ഒരു ഫ്ലോറ്, ഓക്കെ, ഫ്ലോർ വരച്ചപ്പോ നമ്മുടെ കോശസ്തരം കൂടിപ്പോയി. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഫ്ലോർ, ആ ഒരു ഫ്ലോറിനെ എന്ത് പറ്റി? ആ ഒരു ഫ്ലോറിനെ നമുക്ക് എന്ത് പറയാന്നറിയാമോ മക്കളെ? അതായത് ഈ കാണുന്ന ഫ്ലോർ ഇല്ലേ, ഈ കാണുന്ന ഫ്ലോറിനെ നമുക്ക് വിളിക്കുന്ന പേരാണ് ഇവിടെയാണല്ലോ ഇവരെല്ലാരും കിടക്കുന്നത്. ഫ്ലോറിന് വിളിക്കാൻ പറ്റുന്ന പേരാണ് സൈറ്റോപ്ലാസം. അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തായിരിക്കും? എന്തായിരിക്കും? കോശദ്രവ്യം. കോശദ്രവ്യം രണ്ടിടത്തും ഉണ്ട് കേട്ടോ. ഇവിടെയും കാണാം നമുക്ക് ആ ഫ്ലോർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കാൻ, മെയിൻ വ്യത്യാസം എന്താണെന്ന് പറയുകയാണെങ്കിൽ, കോശഭിത്തി സസ്യത്തിനുണ്ട്, ജന്തുകോശത്തിന് എന്താണ്? കോശഭിത്തി ഇല്ല, പകരം കോശസ്തരമാണ് തുടക്കത്തിലുള്ളത്. അതുപോലെ തന്നെ ജന്തുകോശത്തിൽ ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകണം ഇല്ല, സസ്യകോശത്തില് ഹരിതകണം ഉണ്ട്. ഓർത്തിരിക്കുക. അതുപോലെ നമ്മുടെ ജന്തുകോശത്തിൽ ലൈസോസോം ഉണ്ട്. ഇവിടെ അത് ഗോൾജി കോംപ്ലക്സിൽ സോറി, സസ്യകോശത്തിൽ ലൈസോസോം ഇല്ല. പിന്നെ സെൻട്രോസോം എന്ന് പറഞ്ഞ ഒരാളും കൂടി ഉണ്ട്. നമ്മുടെ സെൽ ഡിവിഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് സെൻട്രോസോം. ആ സെൻട്രോസോം എന്ന് പറയുന്നതും എവിടെയാണ്? മെയിനായിട്ട് ജന്തുകോശത്തിലാണ് കൂടുതലായിട്ടുള്ളത്, സസ്യകോശത്തിലില്ല. പിന്നെ നമ്മുടെ സസ്യകോശത്തിന്റെ ഫേനം എന്ന് പറയുന്നത്, വക്യൂൾ എന്ന് പറയുന്നത് വലുതാണ്. ജന്തുകോശങ്ങൾക്ക് അത് വളരെ ചെറുതും എണ്ണത്തിൽ കുറവുമായിരിക്കും. ഓർത്തിരിക്കുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇനി നമുക്ക് നോക്കാം ലൈസോസോമില് എന്തുണ്ട് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. മക്കളെ, ലൈസോസോമില് എന്താണുള്ളത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ലൈസോസോമിൽ ആരുണ്ടെന്നായിരിക്കും നമ്മളിവിടെ പറയാൻ പോകുന്നത്. ലൈസോസോമില് എന്തുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ലൈറ്റിക് എൻസൈം എന്ന് പറയുന്ന ഒരാളുണ്ട്. ഓർത്തിരിക്കുക, ലൈസോസോമിലുള്ള ഒരാളുടെ പേരാണ് ലൈറ്റിക് എൻസൈം. ലൈറ്റിക് എൻസൈം. ഓക്കെ, ഇത് എവിടെയാണ് മെയിൻ ആയിട്ടുള്ളത്? ജന്തുകോശത്തിലാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ടാണ് അതിനെ സൂസൈഡൽ ബാഗ് എന്ന് വിളിക്കുക. ഈ ലൈറ്റിക് എൻസൈംസ് ആണ് മെയിൻ ആയിട്ട് സൂയിസൈഡൽ ബാഗിന്റെ ആ ഒരു ഫങ്ഷൻ അവർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ പെറോക്സിസോം, അതായത് മൈക്രോബോഡീസിൽ വരുന്നതാണ് പെറോക്സിസോം എന്ന് പറഞ്ഞ സ്ട്രക്ചർ. അതൊന്നും നിങ്ങളിപ്പോൾ നോക്കി വെക്കേണ്ട. സെൻട്രോസോം എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ജന്തുകോശത്തിലുള്ളത് സെൽ ഡിവിഷന് സഹായിക്കുന്നു. പിന്നെ ഫേനം സസ്യകോശത്തിൽ വലുതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ജന്തുകോശത്തിലെ ഏറ്റവും പുറമെയുള്ള ഭാഗം ഏതാണ്? കോശസ്തരം. ഓക്കെ, സസ്യകോശത്തിലാണെങ്കിലോ ഏറ്റവും പുറമെയുള്ള ഭാഗം ഏതാണ്? കോശഭിത്തി. അപ്പൊ എന്റെ കുട്ടികൾക്ക് ഇപ്പൊ തെറ്റാനൊരു ചാൻസ് ഉണ്ട്. അതായത് ഞാൻ ചോദിച്ചത് എന്ത് കോശത്തിലെ ഏറ്റവും പുറമെയുള്ള ഭാഗം ഏതാന്നാണ്. അപ്പൊ നേരെ ഇത് കണ്ടിട്ട് കോശഭിത്തി എന്ന് പറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മനഃപൂർവ്വം ചോദിച്ചതാണ് കേട്ടോ. ഓക്കെ, ഇനി കോശഭിത്തിക്കുള്ളിലാണെങ്കിൽ ആരാ വരുന്നത്? അത് കോശസ്തരാണ് സസ്യ കോശത്തില്. ഓക്കെ, ജന്തുകോശത്തിൽ ഈ കോശസ്തരാണ് ഏറ്റവും പുറമേ വരിക. ഇനി കോശത്തിനകത്തുള്ള എല്ലാത്തിനെയും ചേർത്ത് പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജീവദ്രവ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം എന്താണ് പ്രോട്ടോപ്ലാസം എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ ആദ്യം
ആദ്യത്തെ പിക്ചറിലേക്ക് പോകേണ്ടി വരും. അതായത് ഈ പിക്ചറിലേക്ക് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ കാണുന്ന എല്ലാത്തിനെയും കൂട്ടിയിട്ട് നമ്മൾ പറയുന്നതാണ്, കോശസ്തരത്തിനുള്ളിലുള്ള എല്ലാത്തിനെയും കൂട്ടിയിട്ട് നമ്മൾ പറയുന്നതാണ് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. അതിൽ ഈ ന്യൂക്ലിയസ് ഒഴികെയാണ് ബാക്കിയെല്ലാം വരുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? സൈറ്റോപ്ലാസം എന്ന് പറയാം. വളരെ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് പറയാനായിട്ടും പഠിക്കാനായിട്ടും. ഞാൻ വേണമെങ്കിൽ വേറൊരു കളർ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം. അതായത് ഈ കാണുന്നത്, ഈ ഉള്ളിൽ കാണുന്നതെല്ലാം എന്താണ്? പ്രോട്ടോപ്ലാസ് ആണ്, ഇൻക്ലൂഡിങ് ന്യൂക്ലിയസ്. ഓക്കെ, ന്യൂക്ലിയസ് ഇല്ലാതെ നമ്മള് ബാക്കി, ന്യൂക്ലിയസ് ഇല്ലാതെ ബാക്കി ഈ കാണുന്നതിനെ ഈ ഭാഗത്തിനെ നമ്മൾ എന്തെന്ന് പറയുക? സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അതായത് ജീവദ്രവ്യം കോശദ്രവ്യം തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. വളരെ വളരെ സിമ്പിൾ ആണ്. എന്താണ് ജീവദ്രവ്യം? പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്? പ്രോട്ടോപ്ലാസം എന്ന് പറയുകയാണെങ്കിൽ കോശത്തിന്റെ ഉള്ളിലുള്ള എല്ലാത്തിനെയും കൂടി നമ്മൾ ചേർത്ത് പറയുന്നതാണ് ആക്ച്വലി എന്ത്? പ്രോട്ടോപ്ലാസം. ഓക്കെ, എല്ലാത്തിനെയും കൂടി ചേർത്ത് നമ്മൾ പറയുന്നതാണ് പ്രോട്ടോപ്ലാസം. ഇനി എന്താണ് സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം എന്ന് ചോദിച്ചാൽ മർമ്മം ഒഴികെയുള്ള എല്ലാത്തിനെയും ചേർത്ത് പറയുന്നതാണ് എന്തെന്ന്? കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം. ഓക്കെ, റോബർട്ട് ബ്രൗൺ ആണ് മർമ്മം കണ്ടുപിടിച്ചത്. അതൊന്ന് ഓർത്തിരിക്കുക. 1831 അത് കണ്ടുപിടിച്ചത്. ഓക്കെ, അതുപോലെ മർമ്മത്തിനെ നമുക്ക് ഡെഫിനിഷൻസ് അല്ലെങ്കിൽ മർമ്മം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ കോശത്തിന്റെ കേന്ദ്രം എന്ന് പറയാം, നിയന്ത്രണ കേന്ദ്രം എന്ന് പറയാം. അങ്ങനെ പല പേരിൽ നമുക്ക് മർമ്മത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് ടീച്ചർ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ഓർമ്മയുണ്ടോ ഇന്ന് നമ്മൾ എന്താ പഠിച്ചതെന്ന്? ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും കോശങ്ങളുടെ കാര്യങ്ങൾ പഠിച്ചു. അതിൽ ജന്തുകോശവും സസ്യകോശവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പഠിച്ചു. അപ്പൊ ടീച്ചർ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.